അപ്പോൾ കിങ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആശയപ്പെടുത്തുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീക്ക് വന്ന കുറേ തള്ളമാർ ഇവിടെ കിടന്ന് അരയ്ക്കുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു, നമ്മൾ കുളിച്ചു. ഇനി അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി പോകണം. പാൻറ് ഇട്ടു, ഇനി കണ്ണട വയ്ക്കണം, അതും വെച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റൈലിഷ് മാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ZX10R. നമ്മളെല്ലാം പ്രകൃതിയുള്ള സ്ഥലത്തായതുകൊണ്ട് ഹോണിൻ്റെ അടിയൊക്കെ കേൾക്കും. അതൊക്കെ കേട്ടാണ് നിങ്ങൾ ഇത് ഇരിക്കാൻ. അപ്പോൾ ഇതാണ് ഗൈസ് ZX10R എന്ന് പറയുന്ന ഒരു ബൈക്കാണ്. ഇതിലാണ് നമ്മളൊന്ന് പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഭാഗ്യത്തിന് അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നലെ നമ്മളെ ഗോസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പോയല്ലോ. ഫ്ലാഷ് ബാക്കാണ് ഗൈസ്. ഗോസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പോയല്ലോ. അപ്പോൾ ഗൈസ് പോയിട്ട് ഗോസ്റ്റ് റൈഡർ ബൈക്കിലൊക്കെ പോയി നമ്മൾ ഇപ്പോൾ കുറച്ച് കൂടെ കഴിയുമ്പോൾ സ്വാമി പറഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും പ്രത്യക്ഷപ്പെടണം ഗൈസ്. പിന്നെ സ്വാമിജിക്ക് ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ആളെ പേരൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് കാര്യം പറയാം. അപ്പോൾ ഞാൻ വണ്ടി ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഞാൻ കൊണ്ടുപോയി കുറച്ച് നേരം അവിടെ ഇട്ടിരുന്നാൽ മതി. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേരെയൊക്കെ അടിച്ച് ഞാൻ പോലീസിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ രാത്രിയായപ്പോഴാണ് ഞാൻ ഹൈഡ് ചെയ്ത് രാത്രിയായപ്പോഴാണ് എല്ലാം ഇതായത്. അപ്പോഴത്തേക്കും രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പല്ലി വെച്ചിട്ട് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കും മുഴുവൻ മുഴങ്ങണ ശബ്ദം കൈ സൈറൻ. വീട്ടിൻ്റെ മുമ്പിൽ മുഴുവൻ പോലീസുകാർ. എന്നിട്ട് പോലീസുകാരന്മാർ ഞാൻ ഈ വണ്ടി ഭാഗ്യത്തിന് ഞാൻ വരുത്തിയിട്ടില്ലായിരുന്നു. ഈ വണ്ടി അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വണ്ടികളൊക്കെ വരുത്തുന്നത്. പൾസർ ഇവിടെ തന്നെ ഉണ്ട്. പൾസർ ഞാൻ ഇന്നലെ അകത്തോട്ട് കയറ്റിയിട്ട് കാരണം കുറച്ച് പഴയ വണ്ടിയാണ്. നമുക്ക് പൊടിയൊക്കെ ഉണ്ട്, കുറച്ച് സർവീസൊക്കെ നമുക്ക് പിന്നെ ചെയ്യണം. കുറേ സമയം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയും കാര്യം തന്നെ ആരോ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ കൊണ്ടുപോയത് ആരുമില്ല, നമ്മളെ പോലീസന്മാർ സീസ് ചെയ്തുകൊണ്ട് പോയാണ്. അപ്പോൾ ആ സീസ് ചെയ്ത വണ്ടികളാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു പരിപാടി ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ ലംബോർഗിനി കാണിച്ചിട്ടില്ലാത്തൊരു മോഡലുണ്ട് ഗൈസ്. ലംബോർഗിനി ഹുറാക്കൻ. ഹുറാക്കൻ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. കുറച്ച് മോഡിഫൈഡാണ്, ടയറൊക്കെ കുറച്ച് മോഡിഫൈഡാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വണ്ടി എടുക്കാം. ഹുറാക്കനാണ്. ഹുറാക്കൻ്റെ കുറേ മോഡൽസ് ഉണ്ട്. വായിക്കൊള്ളാത്ത വേറുള്ള മോഡൽസൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ Mercedes AMG കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. ആരും കൊണ്ടുപോയതല്ല, ബേസിലോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പോലീസുമാരൊക്കെ വണ്ടികളൊക്കെ സൂക്ഷിക്കുന്നത്, സീസ് ചെയ്തുകൊണ്ട് പോകുന്ന വണ്ടികളൊക്കെ സൂക്ഷിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഗോഡൗൺ, ഒരു ബേസിലാണ്. അവരെ ബേസിൻ്റെ അകത്ത് ഒരു ഗോഡൗൺ, അവർക്കൊരു വലിയൊരു ബേസ് ഉണ്ട്. ആ ബേസിൻ്റെ അകത്ത് കടലിൻ്റെ നടുക്കാണ് ഗൈസ്. അപ്പോൾ ആ ബേസിൻ്റെ അകത്ത് നിന്ന് അവർക്കൊരു ഗോഡൗൺ ഉണ്ട് ഗൈസ്. ആ ഗോഡൗണാണ് സ്ഥലം. ഗൈസ് നമുക്ക് ഫ്യൂവൽ അടിച്ചിട്ട് കാണാം. ഗൈസ് ഫ്യൂവലൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് പൈസ കൊടുക്കാം. പൈസ കൊടുത്ത ചേട്ടൻ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഗൂഗിൾ പേ പിന്നെ ഞാൻ ചെയ്യും ഗൈസ്. അപ്പോൾ അവർ ആ ഗോഡൗണിൻ്റെ അകത്താണ് അവർ വണ്ടികളൊക്കെ ഒളിപ്പിക്കുന്നത്. പിന്നീട് അവർ അവിടെ നിന്ന് ഒരു പ്രത്യേക, അതായത് അവരൊരു മറ്റേ ട്രക്കിൽ കയറ്റിക്കൊണ്ടാണ് പിന്നെ അവർ ബോട്ടിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് വണ്ടി ആദ്യം ഇങ്ങോട്ട് ഷിപ്പിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് വരും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു പണക്കാരാണെങ്കിൽ ഒരു പൈസയൊക്കെ അടച്ചിട്ട് വണ്ടി കൊണ്ടുപോകും നമ്മളെപ്പോലെ. പക്ഷെ നമുക്കിപ്പോൾ നമ്മളെ വണ്ടിയിൽ എന്തിനാണ് നമ്മൾ പൈസ കൊടുത്തെടുക്കുന്നത്? എനിക്ക് കുറേ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് എന്തിനാണ് നമ്മൾ വാങ്ങി നമ്മളെ സ്വന്തം വണ്ടി അവരെടുക്കുന്നത്? കാര്യം നമ്മളെ തെറ്റൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മളെ വണ്ടികൾ എടുക്കുന്നുണ്ട് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ സിറ്റി മുഴുവൻ അറിയണം. വണ്ടിക്കകത്ത് സീസ് ചെയ്തുകൊണ്ട് വണ്ടിക്കകത്ത് പൈസ കൊടുത്ത് എടുത്തിട്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് നമുക്ക് ഈ സിറ്റിയെ മുഴുവൻ ഒന്ന് അറിയിക്കണം. അതിനും കൂടെ ആയിട്ടാണ് നമ്മളൊന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ZX10R നമുക്ക് ഹെൽമെറ്റൊക്കെ ഇട്ട് നേരെ പറപ്പിച്ച് വിടാം.
പൾസർ ഉണ്ടെങ്കിൽ എന്തായാലും അവർ പിടിക്കും ഗൈസ്. പൾസർ അകത്തിടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ZX10R പിന്നെ മറ്റേ വണ്ടിയും കൂടെ ഞാനാണ് പോയി എടുത്തത്. അപ്പോൾ നമുക്കൊന്ന് അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി വല്ലതും ചോദിക്കാം. നമുക്ക് കേസ് കഴിഞ്ഞിട്ട് നമുക്കിനി പൾസർ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പൾസർ അവർ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ കണ്ടു ഗൈസ്. പിന്നെ അവർ പൾസർ ആണെന്ന് അവർ ചിന്തിക്കാതെ വേറെ ഏതോ അവർക്ക് അറിയത്തില്ല CCTV പൾസർ എന്ന് പറയുന്നൊരു ബൈക്ക് ഉണ്ടെന്ന്. അവർ വിചാരിച്ച് വേറൊരു ബൈക്കാണ്. കാരണം ഇവിടെയൊക്കെ ഉള്ള സിറ്റിക്കകത്തുള്ള ആയിരിക്കും പൾസർ എന്ന് പറയുന്ന ബൈക്ക് അറിയത്തില്ല. പിന്നെ അതുകൊണ്ട് അവർ ചെറുതായിട്ടൊന്ന് കേസ് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇനി നിനക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പൾസറിനെ പറ്റിയൊന്നും പറയത്തില്ല. കേസ് തീർന്നാന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ലംബോർഗിനി ഹുറാക്കനും പിന്നെ ഈ വണ്ടി ഈ ZX10R ഞാൻ ഇന്നാണ് കൊണ്ടുവന്നത്. ബേസിൽ നിന്ന് ഞാൻ ഇന്നാണ് എടുത്തത്. നമ്മളെ ബേസും അവിടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷൻ. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ അല്ല, കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഹൈഡായിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷൻ അവർ പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സാറുണ്ടെന്നാണ് പറയുന്നത്. പുറത്തൊരാൾ നിൽപ്പുണ്ട്. അയാളടുത്ത് വേണം നമ്മൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പോയി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ സാർ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. സാറ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സാറിൻ്റെ മുമ്പേ പോകുന്ന ഇയാൾ ഗൈസ്, അയാളല്ല ഉണ്ട് അയാൾ ഇഞ്ചൊക്കെ ചെയ്ത് പോകുന്ന ഇയാളാണ് ഗൈസ് ഇവിടുത്തെ CC ഇതൊന്നും വണ്ടികളൊക്കെ പിടിക്കുന്നത്. ഞാൻ സ്ലോ മോഷൻ ആക്കാം, എന്നിട്ട് നമുക്ക് കാര്യം പറയാം. ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് എത്തും ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷൻ ആക്കാം. പോയി അയാൾക്ക് ഒരു വണ്ടി പോലും ഈ സിറ്റിക്കകത്ത് ഇല്ല. അതുകൊണ്ട് അയാൾക്കൊരു കൊതി തോന്നുന്നതുകൊണ്ടാണ് അയാളാണ് ആ ബേസൊക്കെ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് അയാൾക്ക് കുറച്ച് സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ഈ ജോലി എടുത്ത് അയാൾക്ക് ബേസൊക്കെ നോക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം അയാൾക്കൊരു വണ്ടി പോലും ഇല്ലല്ലോ. അപ്പോൾ അയാളടുത്ത് പോയി സംസാരിച്ചിട്ട് സമ്മതമാണെങ്കിൽ നീ വാങ്ങിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് നൈസായിട്ടൊന്ന് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യണം. എന്തൊരു പെണ്ണുങ്ങളൊക്കെ നമ്മൾ അടുത്തൂടെ നടക്കുന്നു. ഹലോ സാറേ, ഇന്നലെ ഇവിടെ നിന്ന് സീസ് ചെയ്തുകൊണ്ട് പോയൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി 2 ബൈക്കുകൾ എൻ്റെയാണ്. ഒരു Yamaha FZ10 പിന്നെ Yamaha VMAXും ഗൈസ്. അതാണ് ഗൈസ് കേട്ടോ. അപ്പോൾ സാറ് പറയും. സീസ് ചെയ്തതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. സാറേ എൻ്റെ വണ്ടികളല്ലേ സാറേ, എൻ്റെ CC കൊണ്ട് പോയാലല്ലേ എൻ്റെ വണ്ടികളല്ലേ, എനിക്കത് തിരിച്ചെടുക്കണ്ടേ? ക്യാഷ് തരാൻ വേണ്ടി പറ്റുമോ? ക്യാഷ് ഞാൻ എന്തായാലും തരത്തില്ലേ സാറേ. സാറിൻ്റെ ID കാർഡൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ID കാർഡൊന്നും നോക്കാനൊന്നും സാധിക്കും. ID കാർഡൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഗൈസ് സാറിൻ്റെ ചോദിച്ചു നോക്കാം. സാറിൻ്റെ പേരെന്താണ്? രവീന്ദ്രനാഥ് ടാഗോറല്ല, ടേഞ്ചറോർ. നീയൊന്നും മിണ്ടാതെ പോയാണ്. നിനക്ക് വേറെ വല്ലതും ചെയ്തു തരാൻ വേണ്ടി പറ്റുമോ? എന്തും നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് സാറേ എന്തും. സാറേ നെല്ല് സാറേ, നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, നീ വെക്കോ. സാറേ എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞോ. പറഞ്ഞുതരാം, നിനക്ക് പറ്റുമെങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിൻ്റെ വണ്ടിയുള്ള കാര്യങ്ങൾ മറന്നേക്ക്. എന്താണ് സാറേ? എന്താണെന്നൊക്കെ ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ആ സാറ് പറഞ്ഞു തന്നോളൂ. അയാളെന്താണ് പറയുന്നത്? അയാളാണ് ഇയാളെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് അയാളെ വർക്ക് ചെയ്യുന്ന അയാളാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതേട്ടാ എന്താണ് ഏട്ടാ സാറ്? സാർ എൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാറുമായിട്ട് ഞാൻ കണക്റ്റഡാണ്. അതായത് ആ സാറിനൊരു വണ്ടി പോലും ഇല്ല. അതുകൊണ്ട് നീ ആ സാറിന് ഇവിടെ ഒരു വലിയൊരു ബില്യണയർ വന്നിട്ടുണ്ട്. ആ ബില്യണയറിൻ്റെ അടുത്തൊരു കുറേ ഡ്യൂപ്ലിക്കേറ്റ് പോലീസന്മാരുണ്ട്. ആ പോലീസന്മാർ
കുറേ വണ്ടികളൊക്കെ, കുറേ ഫോർഡിൻ്റെ ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി. അവർ പോലീസാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവർ യൂണിഫോമൊക്കെ അടിച്ച് മാറ്റിയിട്ട് അവരങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നീ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസുമാരെയൊക്കെ കടർന്ന് അവിടെ ഉണ്ടായിരുന്ന 3 സെക്യൂരിറ്റിമാരെ അടിച്ച് 3ാമത്തെ സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ടാവുന്ന കീയും എടുത്തുകൊണ്ട് നീ ആ ഒരു കാണുന്ന ഒരു വൈറ്റ് കളർ ബുള്ളറ്റ് നീ അങ്ങ് എടുക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് ഇവിടെ തരണം. പുള്ളിക്കാരൻ ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വരുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പോലീസായിരിക്കും. അവരെ കൊന്നാൽ മാത്രമേ വരത്തുള്ളൂ. സെക്യൂരിറ്റി ഗാർഡുള്ള സ്നൈപ്പർ വെച്ച് അടിച്ചിടാവും. ഇത് മോളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത് സാറിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡറാണ്. ഓക്കെ എവിടെ കാണും ബുള്ളറ്റ്? അത് നിൻ്റെ വീട്ടിൽ നമ്മൾ സീസ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ? ഓക്കെ, ആ വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് കാണുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിലാണ്. ഓക്കെ സാർ, കുറച്ച് ദൂരത്താന്ന ബിൽഡിങ്. കുറേ ഗ്രില്ലുകളൊക്കെ അടിച്ചേക്കും. ഓക്കെ, ഈ വഴിയെന്ന് പോണ ഒരുത്തനെ എനിക്കിഷ്ടമല്ലേ. ഇതിൻ്റെ കൂട്ടുകാരാണ്. അതാ അമിത് നില്ല പറയാൻ പോരാ. അവനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് വണ്ടിക്കകത്ത് വേണമെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ കയറാം ഗൈസ്. അവനിക്ക് വണ്ടിയെ കൊണ്ട് ബുഗാട്ടി V2 അതൊക്കെ അവനിക്ക് ഉള്ളതാണ്. പക്ഷേ അവൻ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മളെ ഗെയിമിൻ്റെ അത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഈ വണ്ടിയിലല്ലേ. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തൊന്ന് കയറും നോക്കിയാൽ കയറാ വണ്ടിക്കകത്ത് കയറിക്കടാ. അങ്ങോട്ടോ നോക്കാം. സോൺ കയറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ എനിക്ക് ബാക്ക് കാണാൻ വേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി വരുന്നുണ്ടാവും, എനിക്ക് കാണാൻ വേണ്ടി വരുന്നില്ല. നമുക്ക് ഇവിടെയാണ് ഗൈസ് സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് നമുക്ക് ഇങ്ങോട്ടോട്ടൊന്ന് കയറി നോക്കാം. അമ്മച്ചി സമയത്ത് കയറിയിട്ടില്ലേ? അവൻ വരണില്ലാന്ന്. ഓക്കെ, അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അവൻ വരണില്ല. അവനിക്ക് ഇന്നത്തെ ദിവസം ബൈക്കിൻ്റെ അകത്ത് കയറണം ഇഷ്ടമില്ലെന്നാണ് അവൻ പറയുന്നത്. കാരണം ഞായറാഴ്ച ഒരു പ്രത്യേക ഒരു ഇതുള്ള ദിവസമാണ് ഗൈസ്. ഇതൊരു വൈറ്റ് കളർ ബുള്ളറ്റാണ് ഗൈസ്. ഈ ബുള്ളറ്റ് ആരോ ഇതിനകത്ത് കീ ഇല്ല ഗൈസ്. ഇത് പകുതിയേ ഓടത്തുള്ളൂ ഗൈസ്. ഈ നാട്ടിലത്തെ ബുള്ളറ്റെല്ലാം പകുതിയായിട്ടേ ഓടത്തുള്ളൂ ഗൈസ്. കീ ഇല്ലെങ്കിൽ പകുതിയായിട്ട് ഓടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീയും കാര്യം തന്നെ കിട്ടണം. ഇല്ലാതെ ഇത് കീ ലോക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പകുതി ഓടും ഗൈസ്. പകുതി ഓടാൻ തന്നെ പകുതി ഓടത്തേ ഉള്ളൂ. അങ്ങനത്തെ എന്തൊരു കംപ്ലൈൻ്റ് ഉള്ളൊരു ഇവിടെ ഈ സിറ്റിയിലത്തെ 7 ആണ് ഗൈസ് ഫസ്റ്റത്തെ ആള്. സെക്കൻഡത്തെ ഒരു പെണ്ണാണ് ഗൈസ്. അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഗൈസ്. തേർഡ് പോകുന്നുണ്ട് അവനാണ് ഗൈസ്. അവനിക്കിട്ട് നമുക്ക് മാറി ഇതിലാക്കാനേ. സോനെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കീ എടുക്കാം. സോനെ നമുക്ക് കീ ഇട്ടിട്ടുണ്ട്. സോനയൊക്കെ നമുക്ക് അതിനെ തീർക്കണം. എല്ലാ പോലീസുമാരും നമുക്ക് ആദ്യം തീർക്കണം ഗൈസ്. എന്നിട്ട് ബാക്കി കളിയുള്ളൂ. ഓക്കെ ഗൈസ്. നമുക്ക് നമുക്ക് വേറെ സൈഡിലോട്ട് പോയി എൻ്റെ കയ്യിലൊരു മാസ്ക് ഉണ്ട് ഗൈസ്. ആ മാസ്ക് എടുത്ത് നമുക്ക് ഇടാം. പോലീസുമാർ ആരും കാണില്ല നമ്മളെ ZX-10R എങ്ങോട്ടാണ് വരുന്നതെന്ന്. നമ്മൾ ZX-10R എടുത്തിട്ടുണ്ട്. നമ്മളതിൽ കീ ഇപ്പോഴും ഉണ്ട് ഗൈസ്. നമുക്ക് ZX-10R കൊണ്ട് നമുക്ക് എയർപോർട്ടിൽ കാണാൻ പറ്റും. ഇല്ല
ഞാനെന്ന് പറയുന്നൊരു മണ്ടൻ. ഓ നമുക്ക് ഈ ഒരു വണ്ടിയും കാര്യം തന്നെ അവിടെ ആയിട്ട് കളയാൻ ഗൈസ്. ആ വണ്ടിയുടെ കീ നമ്മളായില്ലാണ്. ഓക്കെ നമ്മളെ ഫോണിൻ്റെ അകത്തൊരു പ്രത്യേക ഇതുണ്ടോ. ഓക്കെ നമ്മളത് ഓണാക്കിയിട്ടുണ്ട്. ഇനി ആയിരിക്കും നമ്മളെ വണ്ടിക്ക് അടുത്തോട്ട് വന്നതിന് നമ്മൾ കത്തി കരിഞ്ഞ് ഭസ്മമായി പോകും ഗൈസ്. ഇവിടെ ഒളിച്ചങ്ങനെ അങ്ങ് നിൽക്കുകയാണ് മക്കള്. ഗൈസ് നമുക്ക് വേറെ വണ്ടി നമുക്ക് വരുത്തണം ഗൈസ്. നമുക്ക് ഏത് വണ്ടി വരുത്തണം ഗൈസ്? അത്യാവശ്യം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഇതൊരു കോബ്ര ബൈക്കാണ്. അവൻ്റെ അമ്മമാരുടെ കോബ്ര ബൈക്ക് ഗൈസ്. ആ കോബ്ര ബൈക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഗൈസ് നമ്മളിതാ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയി വണ്ടിയും കാര്യം തന്നെ ആദ്യം നമുക്ക് എടുക്കണം ഗൈസ്. നമുക്ക് ഒരു യമഹ വിമാക്സ് നമുക്ക് ഓർഡർ ചെയ്യാം ഗൈസ്. നമ്മളിതാ വരുത്തിയിട്ടുണ്ട് ആ വണ്ടി നമുക്ക് നേരെ പറന്ന് നമുക്ക് പോകാം ഗൈസ്. പോലീസുമാർ നല്ല രീതിയിൽ പറന്ന് തന്നെ വരുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് ചാടിക്കളഞ്ഞു. നേരെ തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോട്ടെ. വൈറ്റ് കളർ ബുള്ളറ്റ് എൻ്റെ ഉള്ള ഒരെണ്ണം ബ്ലാക്ക് ആണ് ഗൈസ്. ഇത് വൈറ്റ് ഗൈസ്. നമുക്ക് ഇനി വൈറ്റ് അടിക്കാം ഗൈസ്. ഇത് പെട്ടെന്ന് ഹെൽമെറ്റ് ഇവിടെ ധൃതിയായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ അമ്മമാർ ഗൈസ്. പുള്ളിക്കാരിതാ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. കമ്പനിയിൽ ഇടാനാണ് ഗൈസ്. നമ്മളിതാ പോവുകയാണ്. നമ്മളിനി എവിടെ പോകുന്നു അവിടെ എല്ലാം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയെന്ന് എനിക്കൊരു ഡീറ്റെയിൽസ് വേണം. ഓക്കെ നമ്മളിതാ പറന്ന് നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരെയൊക്കെ വെട്ടിക്കണം. നമുക്ക് ഇതൊക്കെ ഇവരെയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കാര്യം തന്നെ ഉണ്ട്. ഹൈഡ് നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ബുള്ളറ്റ് എവിടെയെങ്കിലും നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം ഗൈസ്. ബുള്ളറ്റ് എടുത്തോ ഇത്രയൊരു വലിയ പോലീസന്മാർ ഗൈസ്. ഇത് ഭയങ്കര കേസാവില്ല ഗൈസ്. നമുക്ക് അധികം പോലീസന്മാരൊന്നും ആരും കാണുന്നുണ്ടായി. അപ്പോൾ നമുക്കൊരു മാസ്ക് ഇട്ടേക്കാം. ഓക്കെ എന്നിട്ട് ആ ബുള്ളറ്റിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ലൈറ്റൊക്കെ പക്കാ ക്വാളിറ്റിയാണ്. പക്ഷെ രാവിലെ നമുക്ക് കത്തത്തില്ല. ഓക്കെ സ്റ്റാർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആരും അറിയാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയി സാറിൻ്റെ അടുത്തുണ്ട്. സാറ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉടുപ്പൊക്കെ മാറ്റിതാണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. സാറേ ആണ്ട് നിങ്ങൾ ബുള്ളറ്റിനെ പിടിച്ച് നോക്കി. ഇവിടെ നല്ല പണി നടത്തിയത് നിനക്കെന്താ പറയാൻ വേണ്ടി പറ്റുന്നത്? അതിനൊക്കെ നിങ്ങളെൻ്റെ വണ്ടി ആരുമല്ലേ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തട്ടും. ഒന്നുമില്ല സാറേ. പിന്നെ നമ്മളെ വണ്ടി എവിടെ സാറേ? എനിക്ക് വണ്ടി ഞാൻ ആരും അറിയാതെ നിൻ്റെ വണ്ടികൾ ഞാൻ നമ്മളെ പുതിയ വണ്ടികളൊക്കെ എയർപോർട്ടിൽ വരുന്ന അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആരും അറിയാൻ ഞാൻ ഗോഡൗണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. നീ എന്തായാലും ഇത് കൊണ്ടുവരുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ കൊണ്ടുവന്നല്ലോ. ഓക്കെ സാറേ. സാറിൻ്റെ നമ്പർ ഓക്കെ സാറേ പറഞ്ഞോ. 916877 916585 അതല്ലേ സാറേ? ഓക്കെ പോലീസിൻ്റെ നമ്പറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം. ഒരു കോൾ അടിച്ചാൽ മതി. നമ്മൾ പിന്നെ സേവ് ആയിട്ട് കിടക്കും. സേവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആരും അറിയാതെ
ഈ രക്തം ഇവിടത്തെ ഒരു പാടാവും ഗൈസ്. ഇതാണ് ഗൈസ് പോലീസുമാർ ഉപയോഗിക്കുന്ന വണ്ടി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മറന്നു ഗൈസ്. ഇതൊരു ഏറ്റവും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ പോലീസുമാർ ഉപയോഗിക്കുമോ? പുള്ളിക്കാരൻ ആരും അറിയേണ്ട വണ്ടി എനിക്ക് വേഗത്തിലൂടെ കൊണ്ടുപോകാനും പറഞ്ഞിട്ടുള്ള ഗൈസ്. ഒരു അമ്മച്ചി നമ്മളെ ശബ്ദം കേട്ടിട്ട് ഇപ്പോൾ വരും ഗൈസ്. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ചാടിച്ച് കൊണ്ടുപോകണം. ഓക്കെ, ആരും അറിഞ്ഞിട്ടില്ല. നൈസായിട്ട് നമുക്ക് റോഡിൽ കൂടെ പോകുന്ന ഒരു ATVനെ പോലെ നമുക്ക് എടുക്കാം. സാറ് ബൈക്ക് എടുത്തിട്ട് ബുള്ളറ്റ് എടുത്തിട്ടില്ലെന്നാണ് ഇഷ്ടമുണ്ടാ. അതിന് മുമ്പ് തന്നെ നമുക്ക് സാറും ഞാനും കൂടെ ATV വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, സാറിൻ്റെ ബാക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഓക്കെ, നമ്മളെ വണ്ടി എടുത്തോണ്ട് നമ്മൾ പൊക്കോണ്ടിരിക്കണം. നമ്മൾ പറക്കിനെ പിന്നെ ZX ടെല്ലാർ എവിടെ പോയി നമ്മളിനി കണ്ടുപിടിക്കും? ZX ടെല്ലാറും നമ്മുടെ കോബ്ര ബൈക്ക് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഈ ദേഷ്യം പറഞ്ഞു. ഒരു ഉപകാരവും ചെയ്യത്തില്ല. നമ്മളെ വണ്ടി കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ഈ കീയൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേ സാധനം നമുക്ക് ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കെ, ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് കാറുകളൊക്കെ മോഡിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റ് ഇടണം. മാസ്ക് ഇട്ടൊക്കെ ഇരിക്കുന്നത്, മാസ്കും തൊപ്പിയിട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണ്ട. അങ്ങനത്തെ ഒരു പുസ്തകം ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തത് നമ്മളെ കൂട്ടുകാരനെ വിളിക്കാം ഗൈസ്. ആ യാഷിനെ വിളിച്ചിട്ട് നമുക്ക് പറയണം ഗൈസ്. ഇതേപോലൊരു വണ്ടി കിടപ്പുണ്ടെന്ന്. നമ്മളൊരു വണ്ടി നമ്മളെടുക്കും. നമ്മളൊന്ന് എന്നിട്ടേ അതൊക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ച് കാണിച്ചിട്ടില്ലാത്തൊരു വണ്ടി ഉണ്ട്. ആ വണ്ടിയിൽ നമുക്ക് ZX ടെല്ലാറും അല്ലെങ്കിൽ ഉണ്ടായി. നമുക്ക് രണ്ട് കൂട്ടാണ്. അതാ സഞ്ജയ് ഉണ്ടാവും. ഓക്കെ, സമയം നമ്മൾ ഗ്യാസിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് വണ്ടികളാണ് എടുക്കാം. നമുക്ക് ഇതെടുക്കാം ഗൈസ്. അതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് ബൈക്കും കൂടെ തമ്മിലൊരു ഫോട്ടോ, അല്ലെ 3 ബൈക്കും കൂടെ ഒരു ഫോട്ടോ, അല്ലേ 2 ബൈക്കും. ഉയരങ്ങളിലൂടെ പറക്കും കിളിയേ കിളിയേ മണിമണിമേഘത്തോട്ടിൽ ഒരു മലർ നമ്മളതാ ഈ വണ്ടിയും കൂടെ നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. 4 തമ്പനയിൽസ് ഫോട്ടോകൾ കാണും. പോയി നമ്മളതാ വണ്ടി എടുത്തു നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പൾസറും കൂടെ നമുക്ക് ബൈക്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തിരിച്ചിവിടെ തന്നെ കൊണ്ടുവന്നിടാം. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് ഇങ്ങനെ സ്റ്റൈലായിട്ട് വർക്ക് ചെയ്യാം. ഓ, ഈ വണ്ടിയിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ വരണ വയസ്സ് നമുക്കത് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങോട്ടൊരു വർക്ക് ചെയ്യാം. ഇവിടുത്തെ പോലീസന്മാരിക്കൊന്നും പൾസർ എന്തരാന്ന് പോലും അറിയത്തില്ല. മണ്ടന്മാരായ പോലീസന്മാരായ മണ്ടന്മാർ.
ഓക്കെ പൽ ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റ് ആണ്. ഓക്കെ, ഒരു പ്രത്യേക ഒരു ഗെയിം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. മുഴുവൻ ഫയറാണ് ഗൈസ്. ഫയർ എന്നൊക്കെ വെച്ചാൽ തീ പൊരി പാടാറില്ല ഗൈസ്. അങ്ങനെയുള്ളൊരു ഗെയിമാണ് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമുക്ക് നടുക്കിനിട്ടൊരു ഫോട്ടോ. കിളിയേ മണി വലിയ എത്ര വാങ്ങ് തോന്നടാ. ആദ്യം ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.